മലയാളം മൂവി ആർട്ടിസ്റ്റുകളുടെ സംഘടനയായ അമ്മയുടെ AMMA പ്രസിഡന്റായി ചരിത്രത്തിലാദ്യമായി ഒരു വനിത വരാനുള്ള സാധ്യത തെളിഞ്ഞു കഴിഞ്ഞു. ശ്വേതാ മേനോനായിരിക്കും പുതിയ പ്രസിഡന്റ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം പ്രൊഫസർ ജഗദീഷ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പ്രൊഫസർ ജഗദീഷ് നേരത്തെ പത്തനാപുരം ഗണേഷിനെതിരെ KB ഗണേഷ് കുമാർ, ഇപ്പോഴത്തെ മന്ത്രി, ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറിനെതിരെ UDFിൻ്റെ കാൻഡിഡേറ്റായിരുന്നു. കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ യോഗങ്ങളിലൊക്കെ പോയി പ്രസംഗിക്കുന്ന ആളാണ്. നമ്മുടെ രമേശ് പിഷാരടിയും അറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ ആളാണ്. അപ്പോൾ അങ്ങനെ ഈ ജഗദീഷ് ഇത് പിന്മാറാനായിട്ട് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും അനുവാദം ചോദിച്ചിരിക്കുകയാണ്. അനുവാദം മീൻസ് ഒരു ചർച്ച നടത്തിയിരിക്കുകയാണ്. അവർ രണ്ടുപേരെ സമ്മതിച്ചാൽ, മമ്മൂട്ടി മോഹൻലാൽ സമ്മതിച്ചാൽ തീർച്ചയായും ജഗദീഷ് പിന്മാറും. അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പില്ലാതെ തന്നെ ചരിത്രത്തിലാദ്യമായി ശ്വേതാ മേനോൻ, വനിതകളുടെ ഒരു നേതാവ്, വനിതാ പ്രസിഡന്റ് അമ്മയ്ക്ക് വരാൻ പോകുന്നു. അതും കേരളത്തിൽ വനിതകളുടെ 50% വനിതകൾക്ക് പഞ്ചായത്ത് രാജിൽ സംവിധാനമുള്ള നാടാണ്. ടീച്ചർമാരെടുത്താൽ മഹാഭൂരിപക്ഷം വനിതമാരാണ്. അഗ്രികൾച്ചർ ഓഫീസർമാരെടുത്താൽ വനിതകളാണ് കൂടുതൽ. അംഗൻവാടി, ഇങ്ങനെ ഓരോ കാര്യപ്പെട്ട ടെക്സ്റ്റൈൽസ്, ഒരുപാട് സ്ഥലങ്ങളെടുത്താൽ സ്ത്രീകളാണ്. ഇവിടെ 50% കൂടുതൽ സ്ത്രീകളാണ് കേരളത്തിൽ ജനസംഖ്യയിൽ. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലെല്ലാം സ്ത്രീകളുണ്ട്. ഇപ്പോഴിതാ അമ്മയുടെ പ്രസിഡൻ്റായി, പ്രത്യേകിച്ച് മോഹൻലാൽ 10-18 വർഷം ഇന്നസെൻ്റ് ഇരുന്ന സ്ഥലത്ത്, അതുപോലെ തന്നെ മോഹൻലാൽ ഇരുന്ന സ്ഥലത്ത്, വളരെ പ്രമുഖരായ നടന്മാർ ഇരുന്ന ഒരു സ്ഥലത്താണ് ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡൻ്റാകാൻ പോകുന്നത്. ഇതിനിടയ്ക്ക് ഒരു വിവാദവും ഉണ്ടായിട്ടുണ്ട്. ബാബുരാജ് മത്സരിക്കുന്നതിനെ സംബന്ധിച്ച് മല്ലികാ സുകുമാരൻ കൃത്യമായി അഭിപ്രായം പറഞ്ഞു. ബാബുരാജ് മത്സരിക്കാൻ പാടില്ല, അദ്ദേഹം ഈ ആക്ഷേപത്തിൽ വിവാദത്തിൽപ്പെട്ട് നിൽക്കുന്ന ആളാണ്, അതുകൊണ്ട് മത്സരിക്കാൻ പാടില്ല. ഇടവേള ബാബു നേരത്തെ സെക്രട്ടറിയായിട്ടൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഇടവേള ബാബുരാജ്, സിദ്ദിഖ്, ഇങ്ങനെ തുടങ്ങി മുകേഷ്, ഇങ്ങനെ തുടങ്ങിയവരൊന്നും മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ മല്ലികാ സുകുമാരൻ തന്നെ ഒരു പരാതി പറഞ്ഞു. പൃഥ്വിരാജിൻ്റെ അമ്മയായിട്ടുള്ള മല്ലികാ സുകുമാരൻ കൃത്യമായി കാര്യങ്ങൾ തുറന്ന് പറയുന്നത് കൊണ്ട് അവർക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അവർ പറയുന്നത് ആരും മൈൻഡ് ചെയ്യുന്നില്ല, അവരാരും വിളിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയും മല്ലികാ സുകുമാരനുണ്ട്. എന്തായാലും 5 പേർ സെക്രട്ടറിമാരായി മത്സരിക്കുന്നുണ്ട്. ഒന്ന് ബാബുരാജ് മത്സരിക്കരുതെന്നുള്ളതാണ്. വിവാദങ്ങളിൽ പെട്ടുപോയത് കൊണ്ട് എന്തായാലും മത്സരിക്കുന്നുണ്ട്. കുക്കു പരമേശ്വരൻ മത്സരിക്കുന്നുണ്ട്. ജയൻ ചേർത്തല മത്സരിക്കുന്നുണ്ട്. അനൂപ് ചന്ദ്രൻ മത്സരിക്കുന്നുണ്ട്. രവീന്ദ്രൻ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അനൂപ് ചന്ദ്രനും പറഞ്ഞിരുന്നു ഈ വിവാദങ്ങളിൽ പെടുന്നവർ മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ്. അങ്ങനെ 5ഓളം പേർ അങ്ങനെയും സെക്രട്ടറിമാരായി മത്സരിക്കുന്നു. അപ്പോൾ വളരെ അടുത്ത സമയം തന്നെ നമുക്കറിയാൻ പറ്റും ആരാണ് ഇതിൻ്റെ വനിതാ പ്രസിഡൻ്റാണോ ശ്വേതാ മേനോൻ തന്നെയായിരിക്കും അമ്മയുടെ പ്രസിഡന്റ് തീർച്ചയായും ആകാനാണ് സാധ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ അതും ഒരു ചരിത്രമായിരിക്കും. കേരളത്തിൻ്റെ സിനിമാ നടന്മാരുടെയും നടിമാരുടെയും സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു വനിതയാകുന്നു എന്നുള്ളതൊരു കൗതുകമുള്ള വാർത്തയാണ്. കൗതുകം മറ്റൊന്നുമല്ല, പുരുഷന്മാർക്ക് കേന്ദ്രീകൃതമായ സമൂഹമായതുകൊണ്ടുള്ള കൗതുകം, അല്ല വനിതയ്ക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല. പുരുഷ കേന്ദ്രീകൃതമായ ഒരു പാട്രിയോട്ടിക് സൊസൈറ്റിയിൽ വനിതകൾക്ക് അംഗീകാരം കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് ദളിതർക്ക് അംഗീകാരം കിട്ടുമ്പോൾ, പട്ടികജാതി പട്ടികവർഗക്കാർക്ക് അംഗീകാരം കിട്ടുമ്പോൾ, OBCയിലുള്ളവർക്ക് അംഗീകാരം കിട്ടുമ്പോൾ, ഒരു മുസ്ലിമിലുള്ളവർക്ക് കിട്ടുമ്പോൾ, അങ്ങനെ അതൊരു ചർച്ചയായിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ അധികായകന്മാരായ പുരുഷന്മാർ ഒരു അധികാര സ്ഥാനവും കൊടുക്കാത്ത ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു കൗതുകം വരുന്നത്. അല്ലാതെ വനിതയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടാകുന്ന, പ്രത്യേക ശ്വേതാ മേനോനെ പോലെയുള്ള നല്ലൊരു ആംബിയൻസ് ഉള്ള നടിയാണ്. നല്ല നടി മീൻസ് നല്ലൊരു കാര്യഗൗരവമുള്ള നടിയാണ്. അപ്പോൾ അങ്ങനെ കാര്യഗൗരവമുള്ളൊരു നടി ചാനൽ ഷോയിലും ചാനൽ ചർച്ചയിലൊക്കെ ആങ്കറായിട്ടും ജഡ്ജായിട്ടും ഒക്കെ വന്നിരിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അത് വളരെ ബോൾഡായിട്ടുള്ളൊരു വനിതയാണ്. തീർച്ചയായും ഇതിന് അർഹതയുള്ളൊരു വനിതയാണ്. അപ്പോൾ ശ്വേതാ മേനോൻ ആകട്ടെ തീർച്ചയായിട്ടും അമ്മയുടെ പ്രസിഡന്റ് വനിതയാകുന്നു എന്നറിയുന്നതാണ് ഏറ്റവും അവസാനത്തെ ഒരു വാർത്ത.